സ്വന്തമായിട്ട് എങ്ങനെ ഫിസിക്കൽ ചെയ്തു തുടങ്ങാം, എങ്ങനെ ആയാൽ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും ഇനിയുള്ള നിങ്ങളുടെ ഈവൻറ്റുകൾ എന്നുള്ളതിനെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സജി. കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളുടെ പ്രയോഗങ്ങളൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള വ്യായാമ രീതികൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരികയാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പതുക്കെ നിങ്ങളുടെ ബോഡി സെറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് നേരെ പരിപാടിയിലോട്ട് പോകാം. ഓക്കെ, നേരെ തന്നെ നിൽക്കും. ഓക്കെ, കൈ ബാക്കിലോട്ട് കിട്ടിയ കൈ ബാക്കിലോട്ട്. ഓക്കെ, ഉപ്പൂറ്റി മുകളിലേക്ക് ഉയരണം. ഫുള്ളായിട്ട് കൈപ്പത്തിയിൽ ഉപ്പൂറ്റി ഹിറ്റ് ചെയ്യണം. ഓക്കെ, ചെറിയ സ്റ്റെപ്പ് കൂടുതൽ പ്രാവശ്യം. റെഡി, സ്റ്റാർട്ട്. ചെറിയ സ്റ്റെപ്പ് 1 2 3 4 5 6 7 8 9 10 11 12 ഓടിയൊക്കെ പോകും. ഓക്കെ, ഇത് കണ്ടല്ലോ, ഇത് നിങ്ങളൊരു 15 മീറ്റർ 20 മീറ്റർ 30 മീറ്റർ വാട്ടർ അവർ നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിക്കുന്നു, അതനുസരിച്ച് ഓടുക. ഈ കാണുന്ന ഗ്രൗണ്ടിൻ്റെ ഉദ്ദേശ നീളം എന്ന് പറയുന്നത് ഒരു 100 മീറ്ററാണ്. നിങ്ങൾക്ക് 25 50 ഡിവൈഡ് ചെയ്യാം. നിങ്ങളുടെ കപ്പാസിറ്റി വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് ഇതിനെ മുമ്പോട്ട് ടൈം കൂട്ടിക്കൊണ്ട് പോകാവുന്നതാണ്. 2 സൈഡിലേക്ക് പോവുക. ആദ്യം ഇടതുവശത്തേക്ക് പോവുക, 25 അല്ലെങ്കിൽ 30 മീറ്റർ. ഓക്കെ, സ്റ്റോപ്പ്. തിരിച്ച് ഓപ്പോസിറ്റിൽ പോട്ടെ. തിരിച്ച് ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ ഗുഡ്. പടിഞ്ഞാറ് വരെ ഓടിക്കൊണ്ടോ. ജോയിൻസിനെല്ലാം ഒരു മൂവ്മെൻ്റ് ആക്കി കിട്ടണം. ഹൃദയത്തിൻ്റെ ലങ്സിൻ്റെ കപ്പാസിറ്റി പതുക്കെ കൂട്ടാനുള്ള വ്യായാമങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ കാണിച്ചു തരുന്നത് കേട്ടോ. ഓക്കെ, ഓടി വരട്ടെ. ഗുഡ്, സൂപ്പർ. ഇവിടെ നിൽക്കട്ടെ. കൈ മുകളിലോട്ട് ചാടിപ്പോട്ടെ. ഇങ്ങനെ മുട്ട് മുകളിലോട്ട് ഉയരണം, കൈ മുകളിലോട്ട് ഉയരണം. ഓപ്പോസിറ്റ് കൈ ഓപ്പോസിറ്റ് കാല്. റെഡി, സ്റ്റാർട്ട്. 1 2 3 4 5. കാല് മുകളിലോട്ട് പൊങ്ങട്ടെ, ഉയരട്ടെ. വെരി ഗുഡ്, സൂപ്പർ. മതി. ഓക്കെ, റെഡി. നടുവിന് പിടിച്ചേ. ഓക്കെ, ഒരു ശ്വാസം എടുത്തല്ലേ. റെഡി, ഡൗൺ. ഓക്കെ, ഹൈറ്റ് കൊടുക്കുക, ഉപ്പൂറ്റി തറയെ കൊള്ളിക്കരുത്, ചാടിങ്ങി വരിക. ഓക്കെ, തുടക്കക്കാർക്ക് ബ്രീത്തിങ്ങിൻ്റെ പ്രശ്നങ്ങളുണ്ടാവാം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്ന് ശ്വാസം നല്ലതായിട്ട് ബ്രീത്തിങ് എടുക്കുക. 1 സെക്കൻഡ് 2 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വിടുക. ഓക്കെ, ഹൈറ്റ് കൊടുക്കുക. വെരി ഗുഡ്, സൂപ്പർ. മതി, സ്റ്റോപ്പ്. വെരി ഗുഡ്. ബാക്കിലോട്ട് ചാടി വരട്ടെ. ബാക്കിലോട്ട് ഹൈറ്റ് കൊടുത്ത് ഉപ്പൂറ്റി ഉയർന്നിരിക്കട്ടെ. വെരി ഗുഡ്. 1.5 കാലല്ല, 2 കാലം ചാടി. 2 കാലിനും പ്രഷർ കൊടുക്ക്. വെരി ഗുഡ്, സൂപ്പർ. ഗുഡ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. കാല് മുമ്പോട്ട് ചന്ദ്രക്കലമാതിരി ശരീരത്തെ വളച്ച് ബാക്കിലോട്ട് നോക്കിയേ. ഓരോ കാലായിട്ട് സ്ട്രെച്ച് ചെയ്തേ. വെരി ഗുഡ്. വരട്ടെ. ഓക്കെ, ശ്വാസം മുട്ടലുണ്ടെങ്കിൽ ഒന്ന് ബ്രീത്തിങ് നല്ലോണം എടുക്കണം കേട്ടോ. തുടക്കക്കാരുണ്ട് ഇതിനകത്ത്. വളരെ പതുക്കെ സ്ലോ ആയിട്ട് എല്ലാവരും നിരന്ന് നിൽക്കുക. എല്ലാവരെയും എനിക്ക് കാണാൻ പറ്റണം. വെരി ഗുഡ്, സൂപ്പർ. നന്നായിട്ട് സപ്പോർട്ട് കൊടുക്ക്. നന്നായിട്ട് ശരീരത്തിൽ നന്നായിട്ടൊന്ന് ചെയ്തേ. ശ്വാസം എടുത്തേ. കൊള്ളാം, സൂപ്പർ. ഗുഡ്. ഇനി ഒരു 1-2 വ്യായാമങ്ങൾ കൂടി നിങ്ങൾ കാണിച്ചു തന്നിട്ട് നിങ്ങൾ ഇനി ഓടാൻ ഇപ്പം നമ്മൾ ഓടിപ്പിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു 100 മീറ്റർ ഓടുക, പിന്നെ ഒരു 100 മീറ്റർ നടക്കുക. 100 അതായത് 100 മീറ്റർ ഓടുക, 100 മീറ്റർ നടക്കുക, 100 മീറ്റർ ഓടുക, 100 മീറ്റർ നടക്കുക. ഇതായിരിക്കും നമ്മളിപ്പോൾ തുടങ്ങാൻ പോകുന്ന ഷെഡ്യൂൾ. അതിനെ പതുക്കെ കൂട്ടിക്കൊണ്ടേയിരിക്കും. പിന്നെ 200 മീറ്റർ ഓടുക, 50 മീറ്റർ നടക്കുക എന്നുള്ളതിലേക്ക് പോകും. അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നിങ്ങളൊരു 2 കിലോമീറ്റേഴ്സ് എങ്കിലും മിനിമം പോവുക, ഒരു 5 കിലോമീറ്റർ വരെയെങ്കിലും പോവുക.
5 കിലോമീറ്റർ അല്ല നിങ്ങൾക്ക് ടെസ്റ്റ് ഉള്ളത്, നിങ്ങൾക്ക് 1500 മീറ്ററും പിന്നെ 100 മീറ്ററുമാണ് റണ്ണിങ്ങിലുള്ളത്. കാലിൻ്റെ 4 ഐറ്റങ്ങളാണുള്ളത്, കൈയുടെ 4 ഐറ്റങ്ങളാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനകത്ത് വേണ്ട രീതിയിലുള്ള വ്യായാമ മുറകളായിരിക്കും നമ്മളിവിടെ പഠിക്കുന്നത്. ഇതുകൂടാതെ തന്നെ ഫിസിക്കലായിട്ട്, അതായത് നമുക്ക് ഫിസിക്കലി ടേസ്റ്റുള്ള കുട്ടികൾക്കും ഈ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പിന്തുടർന്ന് പോകാവുന്നതാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ചെയ്യാവുന്ന. കാല് മുകളിലോട്ട്, മുട്ട് മുകളിലോട്ട് ഉയരട്ടെ, മുട്ട് മുകളിലോട്ട് ഉയരട്ടെ. 3 1 4 1 5 1 6 1 7 1 8 1 9 1 10 സ്റ്റോപ്പ്. ഓടി പടിഞ്ഞാറ് വരെ പോട്ടു. ഒരു കാര്യം നോക്കുക, ഫസ്റ്റ് ഡേ, സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഒരു 15 ഡേയ്സിൽ നിങ്ങൾക്ക് സിംഗിൾ ലെഗ് ഒഴിച്ചുള്ള വർക്കൗട്ടുകൾ, അതായത് ഷിന്നിന് പെയിൻ ഉണ്ടാകുന്ന രീതിയിലുള്ള വർക്കൗട്ടുകൾ ചെയ്യരുത്. മീൻസ് എന്താണ്ട് ഇങ്ങനെ ഉന്തുന്നതൊക്കെ ഒഴിച്ച് ഉള്ള വർക്കൗട്ടുകൾ ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇല്ലെങ്കിൽ എന്താ ഷിൻ പെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇവിടുത്തെ മാതിരി മണ്ണ് പ്രതലത്തിൽ, അതായത് നിങ്ങളുടെ മുറ്റത്തോ ഗ്രൗണ്ടിലോ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിൽ ഒരു 10 ദിവസം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തു തുടങ്ങാവുന്നേ ഉള്ളൂ. ഫിസിക്കലിനെ പറ്റി അങ്ങനെ ടെൻഷനോ പേടിയോ ഒന്നും വേണ്ട കാര്യമില്ല. നമ്മൾ ജീവിതചര്യയാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിസിക്കൽ പാസ്സാക്കി എടുക്കാൻ പറ്റും. ഓക്കെ, 2 3 4 5 അങ്ങനെ ടോപ്പ് അവിടെ നിൽക്കണം. കൈ മേളിൽ ഒരേപോലെ. റെഡി, സ്റ്റാർട്ട്. 1 2 3 4 5 6 7 8 9 7 8 9 10. നടുവിൽ പിടിച്ചേ. 1 അപ്പോൾ കണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ജസ്റ്റ് സ്റ്റാർട്ടിങ് തുടങ്ങി വയ്ക്കുക. ഇനി 1-2 നിങ്ങൾക്ക് വ്യായാമ രീതികൾ ഇവിടെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലി ആയിട്ട് കാണിച്ചു തരും. അപ്പോൾ അത് നോക്കിയിട്ട് എല്ലാം കൂടി നിങ്ങൾ ഈ സംഭവം നടത്തം, ഓട്ടം, ഈ നോർമൽ വാമപ്പ് എക്സർസൈസുകൾ ഇത്ര മാത്രം ഒരു 15 ദിവസത്തോളം ചെയ്യുക. 15 ദിവസത്തിനുള്ളിൽ ശേഷം നമ്മൾ വേറൊരു ഇച്ചിരി കൂടി ഹാർഡായിട്ടുള്ള ഒരു വീഡിയോ ഇറക്കുന്നതായിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് വീണ്ടും നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല തുടക്കം കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മാർക്കിനെ പറ്റി ഒരു ടെൻഷൻ വേണ്ട. മാർക്ക് എത്രയോ ആയിക്കോട്ടെ, നിങ്ങൾ പ്രാക്ടീസ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.